കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തം എന്നതാണ് വാർത്ത. മുകളിലെ നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ന്യൂ ബ്ലോക്കിലെ 9ാം നിലയിൽ തീപിടുത്തമുണ്ടായി എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ദീപക് ധർമ്മടമാണ് വിവരങ്ങളുമായി ചേരുന്നത്. ദീപക്, എപ്പോഴാണ് തീപിടുത്തമുണ്ടായത്? എങ്ങനെയാണ് വിവരങ്ങൾ? ഇപ്പോഴാണ് വിവരമെത്തിയത്. ബേബി മെമ്മോറിയൽ കോഴിക്കോട് നഗരഹൃദയത്തിലാണ്, അരയടത്ത് പാലത്താണ് ബേബി മെമ്മോറിയൽ. ബേബി മെമ്മോറിയലിന്റെ 9ാം നിലയിൽ തീ പിടിച്ചു എന്നുള്ളതാണ് അവിടെ നിന്നും ഇപ്പോൾ അവിടുത്തെ ജനറൽ മാനേജർ സലിൽ പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കുള്ള യാത്രക്കിടയിലാണ്. ഇപ്പോൾ ഷഹദ് റഹ്മാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുമുണ്ട്. വലിയ തീയാണ് എന്നുള്ളതാണ് പ്രാഥമികമായ വിവരം. ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, നഗരഹൃദയത്തിലെ ഏറ്റവും തിരക്കേറിയ ഒരു സ്വകാര്യ ആശുപത്രിയാണ് ബേബി മെമ്മോറിയൽ. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ ജനങ്ങൾ പാനിക്കാവാനുള്ള സാഹചര്യം കൂടുതലാണ്. പക്ഷെ എന്നാൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ല. നിയന്ത്രണ വിധേയമായ രീതിയിലാണ് ഈ തീ എന്നുള്ളതാണ് ആദ്യ വിവരമായി ആശുപത്രി അധികൃതർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ക്രിസ്റ്റീന, ദീപക്, ഈ ആശുപത്രി ആകുമ്പോൾ സാധാരണ ഈ അഗ്നിശമന സംവിധാനങ്ങളും ഒക്കെ കാണുമല്ലോ. അപ്പോൾ ഇതിന് തീപിടിക്കാനുള്ള ഒരു കാരണം എന്താണ്? ആശുപത്രിയിൽ തന്നെയുള്ള അത്തരത്തിലുള്ള സജ്ജീകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിവരങ്ങൾ ലഭ്യമാണോ? ക്രിസ്റ്റീന, ഈ ഘട്ടത്തിൽ അത്തരം വിവരങ്ങൾ ലഭ്യമല്ല. അവിടെ ആശുപത്രി അധികൃതർ പറയുന്നത് ഇപ്പോൾ അവർ പരിശോധിക്കുകയാണ്. 9ാം നിലയിൽ അവിടെ ഒരു ഭാഗത്ത് വേസ്റ്റ് കൂട്ടിയിടുന്ന അതിന്റെ മറ്റു പ്രോസസ്സിംഗ് നടക്കുന്ന ഭാഗമുണ്ട്. ആ മേഖലയിൽ നിന്നാണോ തീ വന്നത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഷഹദ് റഹ്മാൻ അവിടെ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാനും ഇപ്പോൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നഗരഹൃദയത്തിൽ ഏറ്റവും തിരക്കേറിയ ഒരു സ്വകാര്യ ആശുപത്രി, ആ സ്വകാര്യ ആശുപത്രിയിലെ 9ാം നില ന്യൂ ബ്ലോക്ക്, അവിടെയാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിൽ കാലത്ത് ഈ OP പേഷ്യന്റ്, ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിലെ കൺസൾട്ടേഷന് വേണ്ടി രോഗികൾ കൂടുതലായി എത്തുന്ന ഒരു ആശുപത്രിയാണ്. മാത്രമല്ല ഇൻ പേഷ്യന്റും വലിയ തോതിലുള്ള ഒരു ആശുപത്രിയാണ് ബേബി മെമ്മോറിയൽ. അത്തരം ഒരു ആശുപത്രിയിൽ ഏത് രീതിയിലാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമല്ല. ഫയർ എഞ്ചിനുകൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു കാര്യം വ്യക്തമാണ്, വലിയ രീതിയിലുള്ള ഒരു തീപിടുത്തം അല്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ പറയുന്നത്. ക്രിസ്റ്റീന, അതോടൊപ്പം ദീപക്, ഈ 9ാം നിലയിലാണ് തീപിടുത്തമെന്ന് മനസ്സിലാക്കുന്നു. അത് എന്ത് പ്രവർത്തനം നടക്കുന്നതാണ് ഈ ഒരു മേഖലയിൽ, അല്ലെങ്കിൽ ഈ ഒരു ഫ്ലോറിൽ? അവിടുന്ന് ആളുകളെയൊക്കെ ഒഴിപ്പിക്കാനായിട്ടുണ്ടോ? ഫയർ എഞ്ചിൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഫയർ എഞ്ചിൻ ഒരു ഫയർ എഞ്ചിന്റെ പുറകിലാണ് ഇപ്പോൾ നമ്മളും അങ്ങോട്ടേക്ക് പോകുന്നത്. അതായത് കൂടുതൽ ഫയർ എഞ്ചിനുകൾ അവിടത്തേക്ക് വരുന്നു എന്നുള്ളതാണ് എന്റെ സൂചന. കാരണം ഇത് വെള്ളിമാട് കുന്നിൽ നിന്നുമുള്ള ഫയർ എഞ്ചിനാണ് ഇപ്പോൾ ബേബി മെമ്മോറിയലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആ ഫയർ എഞ്ചിൻ വാഹനത്തിന് തൊട്ട് പുറകിലാണ് ഇപ്പോൾ ഞാനും നമ്മുടെ നിരഞ്ജനും കൂടി അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഫയർ എഞ്ചിനുകൾ എത്തുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് നമുക്കിത്. കാരണം ബീച്ചിൽ നിന്നുള്ള ഫയർ എഞ്ചിൻ ആദ്യം എത്തിക്കഴിഞ്ഞു. 2ാം ഘട്ടമാണ് വെള്ളിമാട് കുന്ന് സ്റ്റേഷനിൽ നിന്നുള്ള കൂടുതൽ ഫയർ എഞ്ചിൻ, പുതിയ ഫയർ എഞ്ചിനുകൾ അങ്ങോട്ടേക്ക്. ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. തീപിടുത്തത്തിന്റെ ദൃശ്യങ്ങളാണ്, ദൂരെ നിന്നുള്ള ദൃശ്യങ്ങളാണ്. 9ാം നിലയിലാണ് തീപിടുത്തം ഉണ്ടായത്. ദീപക് ധർമ്മടം പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് നഗരഹൃദയത്തിൽ ഏറെ പേർ രാവിലെ തന്നെ ഔട്ട് പേഷ്യന്റ് വിഭാഗത്തിൽ ഒക്കെ പരിശോധനയ്ക്ക് എത്തുന്ന ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിലാണ് ഇപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. മുകളിലേക്ക് പുക ഉയരുന്നത് കാണാം. ഫയർഫോഴ്സ് അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. തീപിടുത്തത്തിന്റെ കാരണമൊന്നും നമുക്കിപ്പോൾ വ്യക്തമല്ല. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു തീപിടുത്തമുണ്ടായത്? സാധാരണ ആശുപത്രികൾ പോലെയുള്ള സ്ഥാപനങ്ങളിലൊക്കെ തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് അതിന് സ്വീകരിക്കേണ്ട ചില മാർഗങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ ഷഹദ് റഹ്മാൻ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ദീപക് ധർമ്മടം ആശുപത്രിയിലേക്കുള്ള വഴിയിലാണ്. അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം, ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ ന്യൂ ബ്ലോക്കിലുള്ള 9ാം നിലയിൽ തീപിടുത്തമുണ്ടായി എന്നതാണ്. പുക ഉയരുന്ന ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നു വരുന്നുണ്ട്. അതിനായി ബീച്ചിൽ നിന്നുള്ള ആദ്യ അഗ്നിശമന സേനാംഗങ്ങൾ ആ യൂണിറ്റ് അവിടെ എത്തി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.